ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉത്ഥാന ലഹരി നമ്മുടെ ഭാരം കുറയ്ക്കും എന്ന യാഥാർത്ഥ്യമാണ്. നാം ഈ ദിവസങ്ങളിലൊക്കെ ഉത്ഥാന ലഹരിയിൽ കഴിയുന്നവരാണ്. കാണാൻ സാധിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരാൾ പറഞ്ഞതാണ്, അതിരാവിലെ അയൽവക്കത്തുനിന്ന് ഒരു കരച്ചിൽ നിലവിളി കേട്ടു. ഇത് കേട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്നപ്പോഴാണ് ഗേറ്റിങ്കൽ ഒരാൾ ബൈക്കുമായിട്ട് വീണ് കിടക്കുക. അവർ ചരലിനകത്ത് സ്കിഡ് ചെയ്യുകയോ അങ്ങനെ ഏതാണ്ട് ചെയ്തു. എന്നിട്ട് വീണിട്ട് ബൈക്കുമായിട്ട് വീണ് അവിടെ വീണ് കിടക്കുകയാണ് സ്കൂട്ടർ. ഇവർ ഓടിച്ചെന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഒരു വിധത്തിൽ അവർ ഈ ബൈക്കിൻ്റെ അടിയിൽ നിന്നും ആളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വിധത്തിൽ ബൈക്ക് എടുത്ത് മാറ്റി. പക്ഷേ വീണ് കിടക്കുന്ന ഇയാളെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് മുടിഞ്ഞ ഭാരം. നമുക്കറിയാലോ, ഒരു വ്യക്തിയാണെങ്കിലും ഒരു തടിയാണെങ്കിലും വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റും. അതേ കാര്യം വെള്ളത്തിന് പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ വെള്ളത്തിലല്ല കരയ്ക്കാ കിടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ പൊക്കാൻ നോക്കിയിട്ട് ഭയങ്കര ഭാരം. പിന്നെ അവർ വേറെ ഒന്ന് രണ്ട് പേരെ കൂടെ സഹായത്തിന് വിളിച്ച് അവരെല്ലാവരും കൂടെ വന്ന് ആളെ അവിടുന്ന് പൊക്കി ആശുപത്രി കൊണ്ടുപോയി. അപ്പം ആ വീണ് കിടന്ന വ്യക്തിയുടെ ഭാരത്തെക്കുറിച്ച് അവർ സൂചിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, വീണവരുടെ ഭാരം കഠിനമായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ചിന്തിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വീണ് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഭാരം അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക. പ്രത്യേകിച്ച് കയ്യോ കാലോ ഒക്കെ പൊട്ടി ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പിടിക്കുമ്പം അവർ വയ്ക്കുന്ന ബഹളം നമുക്കറിയാവുന്നതാണ്. നമ്മൾ കാണുന്നുണ്ട് ഒരു വചനഭാഗം, 2 ദിനവൃത്താന്തം 35:23 വചനം. 2 ദിനവൃത്താന്തം 35:23. ജോസ്യ രാജാവ് അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു കാര്യം ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞാണ്, കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ കൊണ്ടുപോവുക, എത്രയും വേഗം വന്ന് എന്നെ ഒന്ന് എടുത്തോണ്ട് പോകും, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു. മുറിവേറ്റ് വീണ് കിടക്കുന്നവരുടെ ഭാരം, അവരുടെ ദുഃഖം എത്ര വലുതാണ് എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. 1 കൊരിന്തോസ് 10:12 വചനം ഇതുകൊണ്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. നമ്മളൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്നിട്ട് സുഖപ്പെടുത്തിയെടുക്കുന്നതിനേക്കാൾ ആ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ അതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ പാപം മൂലമായിരിക്കാം, അശ്രദ്ധ മൂലമായിരിക്കാം നമുക്ക് വീഴ്ച വരാം. ആ വീഴ്ച, അതിൻ്റെ ഭാരം വളരെ കഠിനമായിരിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വീഴ്ച ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കണം. അതിനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ചില വചനഭാഗങ്ങൾ കൂടി എടുക്കുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, പാപത്തിൽ വീണാൽ ഭാരം കഠിനമായിരിക്കും. പാപത്തിൽ വീണവരും പാപികളുടെ കൂടെ ജീവിക്കുന്നവരും അനുഭവിക്കുന്ന ഭാരം വളരെ കഠിനമാണ് എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 30:14 വചനം. നിന്റെ അസംഖ്യം പാപങ്ങൾ മൂലം, നിരവധിയായ പാപങ്ങൾ മൂലം നിനക്ക് മുറിവേറ്റിരിക്കുന്നു. നീ ഇന്ന് അനുഭവിക്കുന്ന വേദന, ഭാരം നിന്റെ മുറിവ് മൂലമാണ്. ആ മുറിവ് ഉണ്ടാകാനുള്ള കാരണം നിന്റെ നിരവധിയായ പാപങ്ങൾ. 30:17 വചനം നമുക്ക് പ്രത്യാശ പകരും. ജെറമ്യാ 30:17. നീ എൻ്റെ പക്കലേക്കൊന്ന് തിരിയുന്നെങ്കിൽ നിന്റെ മുറിവ് ഞാൻ സുഖപ്പെടുത്താം, നിന്റെ ഭാരം ഞാൻ എടുത്തു മാറ്റാം, നിന്നെ ഞാൻ വീണ്ടെടുക്കാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 32 അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ, പാപത്തിൽ വീണ ഒരു വ്യക്തി ഏറ്റുപറയുന്ന ഒരു കാര്യം, എൻ്റെ ശരീരം ക്ഷയിക്കുന്നു, ഞാൻ എല്ലും തോലുമായി. അപ്പം എന്തൊരു അവസ്ഥയായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപം മൂലം വന്ന ഒരവസ്ഥ. സങ്കീർത്തനം പറയാണ്, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയും എന്ന് പറഞ്ഞപ്പോഴേ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഒഴുകി വന്നു, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ ഒഴുകി വന്നു. ഈ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം മുറിവുണക്കുന്ന ദൈവമാണ്. മുറിവേൽപ്പിക്കും ചില സാഹചര്യങ്ങളിൽ, പക്ഷേ ആ ദൈവം മുറിവുണക്കുന്ന ഒരു ദൈവമാണ്. ഇത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ 34:16 വചനം. എസെക്കിയേൽ 34:16. മുറിവേറ്റവനെ ഞാൻ വച്ചുകെട്ടും. ഒരു നല്ല ഇടയനെ പോലെ കർത്താവ് ചെയ്യുന്നൊരു കാര്യം, മുറിവേറ്റവരെ വെച്ചുകെട്ടി സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മൾ കണ്ടല്ലോ, നിരവധിയായ നിന്റെ പാപങ്ങൾ മൂലമാണ് ഞാൻ നിന്നെ മുറിവേൽപ്പിച്ചത്, പക്ഷേ നീ അനുദപിച്ച് എൻ്റെ പക്കലേക്ക് വരുമ്പോൾ ആ മുറിവ് ഞാൻ വെച്ചുകെട്ടി സുഖപ്പെടുത്തും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു കാര്യം, ഉത്ഥാന ലഹരിയിലാണ് നമ്മൾ. ഈ ഉത്ഥാന ലഹരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരം കുറയ്ക്കാൻ അത് സഹായിക്കും. നമുക്കറിയാം, ചിലർ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം ഒന്ന് മറക്കാൻ വേണ്ടി മദ്യപിക്കും. ആ ലഹരി അവരുടെ
വേദന കുറയ്ക്കും. കഠിനമായ വേദന അനുഭവിക്കുന്നവര് ഈ ലഹരിയിലൂടെ, മദ്യത്തിലൂടെ ഒരാശ്വാസം കണ്ടെത്താൻ ദൈവവചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. ഇനി അത് ശാശ്വതമായൊരു പരിഹാരം ആകണമെന്നില്ല. കടം വന്നതിന് പേര് മദ്യപിച്ച് അതെല്ലാം ഒന്ന് മറക്കാമെന്ന് വിചാരിച്ചാൽ ശാശ്വതമായ പരിഹാരമാകുമോ? ആ പൂസിറങ്ങി കഴിയുമ്പോൾ ആ കുടിച്ചതോടെ കടമായി മാറും. നമുക്ക് ശാശ്വതമായ പരിഹാരം ദൈവത്തിൽ കണ്ടെത്താൻ പറ്റും. ഉത്ഥാന ലഹരി നാം ഏറ്റെടുക്കുന്നെങ്കിൽ അത് നമ്മുടെ വേദനയ്ക്ക്, ഭാരത്തിന് ഒരു പരിഹാരമായി മാറും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 19 അവിടെ നമ്മൾ കാണുകയാണ്, ജയിലിൽ കൊണ്ടിടും എന്ന് പത്രോസിന് അറിയാമായിരുന്നു. പത്രോസ് അവൻ്റെ കൂടെയുള്ളവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പേരിൽ ജയിലടയ്ക്കണമെങ്കിൽ ജയിലടയ്ക്ക്, ആ വേദന സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം. ഉത്ഥാന ലഹരി അനുഭവിച്ചത് കൊണ്ടല്ലേ പത്രോസിന് ഇങ്ങനെ പറയാനായിട്ട് സാധിച്ചത്. 5-ാമത്തെ കാര്യം, കൃപ നമ്മുടെ ഭാരം കുറയ്ക്കും എന്നുള്ളത് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 കൊരിന്ത്യർ 12:7 മുതൽ വായിക്കുമ്പോൾ, തൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് അനുഭവിച്ചു കൊണ്ടിരുന്ന പൗലോസ് അവന് പ്രാർത്ഥിച്ചു. മുള്ളു മാറിയില്ല, പക്ഷെ അവനൊരു സന്ദേശം കിട്ടി, നിനക്ക് എൻ്റെ കൃപ മതി. അതോടെ അവൻ്റെ പ്രശ്നം തീർന്നു. പിന്നീട് ഒരിക്കലും ആ മുള്ളിനെ കുറിച്ചൊരു പരാതി, പരിഭവം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഉത്ഥാന ലഹരി, കൃപയുടെ നിറവ്, ഇതൊക്കെയാണ് നമ്മുടെ ഭാരം കുറയ്ക്കുന്നതും നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്നതും എന്ന് നമ്മൾ അറിയണം. അവസാനമായിട്ട് നമുക്ക് ഒരു വചനം കൂടി എടുത്താൽ, ഉൽപ്പത്തി 29:20 വചനം, സ്നേഹം ഭാരം കുറയ്ക്കും. സ്നേഹം സഹനം ലഘുവാക്കി മാറ്റും. ഇപ്പോൾ കാണുന്നുണ്ട്, ജേക്കബ്, യാക്കോബ് റേച്ചലിനോടുള്ള അവൻ്റെ പ്രണയം മൂലം, സ്നേഹം മൂലം ലാബാന് വേണ്ടി അവൻ അധ്വാനിച്ച 6-7 വർഷങ്ങൾ കടന്നുപോയത് ഏതാനും ദിവസങ്ങൾ പോലെയാണ്. സ്നേഹം ഭാരം കുറയ്ക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇവിടെ നമ്മൾ കാണുക. ഒരു ബോധ്യമുണ്ടായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആത്മീയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈവരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.